സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ 500 എപ്പിസോഡുകളായി ഞങ്ങൾ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണല്ലോ. അതിൻ്റെ 16ാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു. ഇസ്രായേൽ. യഹോവയായ ദൈവത്തെ, പിതാവായ ദൈവത്തെ സാക്ഷി നിർത്തി ലാബാൻ തൻ്റെ പുത്രിമാരെയും പൗത്രന്മാരെയും ചുംബിച്ചു. കണ്ണുനീരോടെ അവരെ യാത്രയാക്കിയല്ലോ. യാക്കോബും ദാസന്മാരും ഭാര്യയും മക്കളും പൊട്ടിച്ചിരിയും കളിയുമായി യാത്രയായി. പൊട്ടിച്ചിരിയും കളിയുമായി സഹജരോടൊന്നിച്ചു യാത്രയായി. പൊട്ടിച്ചിരിയും കളിയുമായി സഹജരോടൊന്നിച്ചു യാത്രയായി. ചുംബന പൂക്കളാൽ രാത്രി മാഞ്ഞു, നോവിൻ നാമ്പ് അലർന്നു വീണു. ചുംബന പൂക്കളാൽ രാത്രി മാഞ്ഞു, നോവിൻ നാമ്പ് അടർന്നു വീണു. പൊട്ടിച്ചിരിയും കളിയുമായി സഹജരോടൊന്നിച്ചു യാത്രയായി. യാത്രക്കിടയിൽ യാക്കോബിൻ്റെ ഭാര്യ ലേയയും റാഹേലും യാക്കോബിൻ്റെ അരികിൽ വന്നു. പിന്നെ ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കൂ. എന്താണ്? മറ്റൊന്നുമല്ല, അപ്പനും നിങ്ങളും കൂടെ ചേർന്ന് യഹോവയായ ദൈവത്തിനെ സാക്ഷിയാക്കി ആ സാക്ഷിയ കൂമ്പാരത്തിന് മുകളിൽ, ആ കാവൽ മാടത്തിന് മുകളിലിരുന്ന് സത്യം ചെയ്ത കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സത്യം ചെയ്തു പിരിഞ്ഞു സാക്ഷ്യകുമാരം ചാരേ. സത്യം ചെയ്തു പിരിഞ്ഞു സാക്ഷ്യകുമാരം ചാരേ. ഒരു നാളും ദോഷമായി വരികയില്ല ദൈവം സാക്ഷിയായി. ഒരു നാളും ദോഷമായി വരികയില്ല ദൈവം സാക്ഷിയായി. സത്യം ചെയ്തു പിരിഞ്ഞു സാക്ഷ്യകുമാരം ചാരേ. അന്യ സ്ത്രീ തൻ അഴക് കവർന്നാൽ ദൈവം വിധി കൽപ്പന തീർക്കും. അന്യ സ്ത്രീ തൻ അഴക് കവർന്നാൽ ദൈവം വിധി കൽപ്പന തീർക്കും. നിനക്കും എനിക്കും മധ്യേ ദൈവം വിധി കൽപ്പന തീർക്കും. നിനക്കും എനിക്കും മധ്യേ ദൈവം വിധി കൽപ്പന തീർക്കും. ദൈവം വിധി കൽപ്പന തീർക്കും. ദൈവം വിധി കൽപ്പന തീർക്കും. യാക്കോബ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ കൺമുന്നിൽ ദൈവത്തിൻ്റെ സേന വരുന്നു. യഹോവയായ ദൈവത്തിൻ്റെ സേന വരുന്നത് കണ്ടപ്പോൾ യാക്കോബ് ആ സ്ഥലത്തിന് പേരിട്ടു മഹനയീം, ദൈവത്തിൻ്റെ ദൂതന്മാർ വസിക്കുന്ന സ്ഥലം. യാക്കോബും സംഘവും മലകളും കുന്നുകളും മരുഭൂമിയും കടന്ന് യാത്രയാകുമ്പോൾ യാക്കോബിന്റെ ചിന്താമണ്ഡലത്തിൽ കിടന്ന് കറങ്ങുകയാണ് ഒരു പ്രശ്നം. എന്താണ് ആ കുരുക്ക്? തൻ്റെ ജ്യേഷ്ഠനായ ഏശാവ്. യാക്കോബ് ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? തൻ്റെ ജ്യേഷ്ഠൻ വസിക്കുന്ന സ്ഥലത്തേക്ക് തൻ്റെ കൂടെയുള്ള ദൂതന്മാരെ പറഞ്ഞയച്ചു. ദൂതന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ദൈവത്തിൻ്റെ ദൂതന്മാരല്ല,
യാക്കോബിൻ്റെ കൂടെയുള്ള ദാസന്മാരിൽ ചിലരെ പറഞ്ഞയച്ചു ഏശാവിനെ കാണുവാൻ. ഏശാവിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഒന്നറിയണമല്ലോ, അതിലേക്കായി പറഞ്ഞയച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പോയ ദാസന്മാർ തിരികെ വന്നു. എന്താ, എൻ്റെ ജ്യേഷ്ഠൻ ഏശാവിനെ കണ്ടുവോ? ജ്യേഷ്ഠൻ എന്തു പറഞ്ഞു? യജമാനനെ, ഞങ്ങൾക്ക് അങ്ങയുടെ ജ്യേഷ്ഠനെ കാണാൻ കഴിഞ്ഞില്ല. എന്ത്, എൻ്റെ ജ്യേഷ്ഠനെ കാണാൻ കഴിഞ്ഞില്ലെന്നോ? അല്ല, കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ഇവിടെ നിന്നും പറഞ്ഞയച്ചതൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ സാധിച്ചില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ പോയത്? ഉല്ലാസയാത്രയ്ക്കോ? എൻ്റെ ജ്യേഷ്ഠനോട് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ വിശദ മറുപടി നിങ്ങളോട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു എൻ്റെ ജ്യേഷ്ഠനെ കണ്ടു എന്നും പറയാൻ കഴിഞ്ഞില്ല, മടങ്ങി വന്നുവെന്ന്. യജമാനനെ, ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങയുടെ ജ്യേഷ്ഠൻ 400 പേരുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. യാക്കോബ് ഒന്ന് ഞെട്ടി. യാക്കോബ് പരിഭ്രാന്തനായി. സകല ധൈര്യവും ചോർന്നു പോകുന്നത് പോലെ, തന്റെ ബലം ക്ഷയിച്ചു പോകുന്നത് പോലെ. യജമാനനെ കണ്ടിട്ട് ഒരു യുദ്ധത്തിന്റെ പുറപ്പാടാണെന്ന് തോന്നുന്നു. എല്ലാം കേട്ടു നിന്ന യാക്കോബ് ആലില പോലെ നിന്ന് വിറയ്ക്കുകയാണ്. ഊഹിച്ചറിഞ്ഞു ഞാൻ ആത്മാവിൻ വേദന, കനലായി ജ്വാലയായി പടർന്നു. ഊഹിച്ചറിഞ്ഞു ഞാൻ ആത്മാവിൻ വേദന, കനലായി ജ്വാലയായി പടർന്നു. മരണമെനിക്കിനി അകലയല്ല, മുഴങ്ങുന്നു മരണമണിയിൻ ശബ്ദം. മരണമെനിക്കിനി അകലയല്ല, മുഴങ്ങുന്നു മരണമണിയിൻ ശബ്ദം. ഊഹിച്ചറിഞ്ഞു ഞാൻ ആത്മാവിൻ വേദന, കനലായി ജ്വാലയായി പടർന്നു. അടഞ്ഞു അവസാനവാക്കും പ്രതീക്ഷയും സ്വപ്നങ്ങളും വീണുടഞ്ഞു. ചിന്നിച്ചിതറി നിലംപതിച്ചു. പ്രതീക്ഷകളൊക്കെയും നിലംപതിച്ചു. തന്റെ ജ്യേഷ്ഠനായ ഏശാവ് തന്നെ കൊല്ലുവാൻ 400 പേരുമായി വരുന്നുവെന്ന വാർത്ത കേട്ട യാക്കോബ് മണ്ണിൽ മുട്ടുകുത്തി സ്വർഗത്തിന്റെ കവാടത്തേക്ക് നോക്കി ഉറക്ക വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. കേട്ടുവോ നിങ്ങൾ? നമ്മളും അങ്ങനെയാണ്. മരണം മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, മരണം നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ വിളിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന്. അതുവരെ നമ്മൾ ദൈവത്തെ വിളിക്കത്തില്ല. അതുവരെ നമ്മുടെ ദൈവത്തെ അറിയത്തില്ല. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ മുട്ടുമടക്കുകയില്ല. മരണം വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ വിളിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര യാക്കോബേ, ബേതേലിൽ വെച്ച് യഹോവയായ ദൈവം അങ്ങയോട് എന്താ പറഞ്ഞത്? അങ്ങ് പോകുന്ന സ്ഥലത്ത് കൂടെ വരും, അങ്ങയെ കരം പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞില്ലയോ? പിന്നെന്തിനാണ് അങ്ങിങ്ങനെ ഭയപ്പെടുന്നത്? അങ്ങെന്താണ് യഹോവയായ ദൈവത്തെ, പിതാവായ ദൈവത്തെ അവിശ്വസിക്കുന്നത്? തീക്കട്ടയിലും ഉറുമ്പരിക്കുമെന്നുള്ള അങ്ങയുടെ അല്പവിശ്വാസമല്ലേ ഈ മരണഭയത്തിൻ്റെ എല്ലാം കാരണം, ഈ നിലവിളിയുടെ കാരണം? യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നു, യാക്കോബേ, നീ ധൈര്യമായിരിക്കുക, മരണത്തിന് നിന്നെ ഞാൻ ഏൽപ്പിച്ച് കൊടുക്കുകയില്ല.
നീ വിശ്വസിക്കുക, ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തുകയാണ്. യാക്കോബ് തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനായ ഏശാവ് തന്നെ കൊല്ലുവാൻ 400 പേരുമായി വരുന്നുവെന്ന വാർത്ത കേട്ട് യാക്കോബ് തൻ്റെ കൂടെയുണ്ടായിരുന്ന ആടുമാടുകളെയും ഒട്ടകങ്ങളെയും ദാസന്മാരെയും 2ആയി വിഭജിച്ചു. എന്തിനാണ്? ഏശാവ് ഒരു കൂട്ടത്തെ ആക്രമിച്ചാൽ മറ്റൊരു കൂട്ടത്തിന് രക്ഷപ്പെടാമല്ലോ. എന്നാൽ യഹോവയായ ദൈവം യാക്കോബിനോട് പറയുന്നു, യാക്കോബേ, ഞാൻ നിന്റെ സങ്കേതവും കോട്ടയും, നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവവും. 1000 അല്ല 10,000 സൈന്യങ്ങൾ നിനക്ക് നേരെ വന്നാലും അവ നിന്നെ ഒന്നും ചെയ്യുകയില്ല എന്ന്. യാക്കോബിന് ഉള്ളിൽ ഭയം, ഉള്ളിൽ ഭീതി. യാക്കോബിൻ്റെ വിലാപ പ്രാർത്ഥന നമുക്കൊന്ന് കേൾക്കാം. അബ്രഹാമിന്റെ ദൈവം എന്നോട് കൽപ്പിച്ചില്ലേ, ഞാൻ നിന്റെ ദേശത്ത് അപ്പന്റെ നാട്ടിലേക്ക് മടക്കി വരുത്തുമെന്ന്. എന്നോട് കൽപ്പിച്ചില്ലേ, ഞാൻ നിന്റെ ദേശത്ത് അപ്പന്റെ നാട്ടിലേക്ക് മടക്കി വരുത്തുമെന്ന്. അബ്രഹാമിന്റെ ദൈവം. എന്റെ സഹോദരൻ പുത്രിമാരെയും സഖിമാരെയും, എന്റെ സഹോദരൻ പുത്രന്മാരെയും സഖിമാരെയും കൊന്നൊടുക്കിയിടുവാൻ അനുവദിച്ചിടുമോ? കൊന്നൊടുക്കിയിടുവാൻ അനുവദിച്ചിടുമോ? ഒരു വടി കൊണ്ടു ഞാൻ യോർദാൻ കടന്നതല്ലേ, ഒരു വടി കൊണ്ടു ഞാൻ യോർദാൻ കടന്നതല്ലേ. അബ്രഹാമിന്റെ ദൈവം എന്നോട് കൽപ്പിച്ചില്ലേ, ഞാൻ നിന്റെ ദേശത്ത് അപ്പന്റെ നാട്ടിലേക്ക് മടക്കി വരുത്തുമെന്ന്. യാക്കോബ് തൻ്റെ കൂടെയുള്ള ആടുകളെയും ആടിൻ്റെ കൊറ്റന്മാരെയും, കോലാടിനെയും കോലാടിൻ കൊറ്റന്മാരെയും, ചെമ്മരിയാടിനെയും ചെമ്മരിയാടിൻ കൊറ്റന്മാരെയും, പശുക്കിടാവിനെയും കഴുതകളെയും പെൺകഴുതകളെയും ഒരുമിച്ച് നിർത്തി എണ്ണി നോക്കി. 570. അല്ലയോ ദാസന്മാരെ, ഇത് എൻ്റെ ജ്യേഷ്ഠന് സമ്മാനമായി നിങ്ങൾ കൊടുക്കേണ്ടതാണ്. പോകുവിൻ, ഈ സമ്മാനവുമായി നിങ്ങൾ മുന്നോട്ട് പോകുവിൻ. ഏശാവ് നിങ്ങളോട്, നിങ്ങൾ ആരുടെ ആളെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അടിയനായ യാക്കോബ് യജമാനന് തന്നയച്ച സമ്മാനം. ഈ സമ്മാനം എന്ന് പറയുമ്പോഴേ നമ്മൾ ചില ഓഫീസുകളിൽ പോയ ഓഫീസ് സാറന്മാർക്ക് സമ്മാനം കൊടുക്കാറുണ്ട്. ആരാണ്? എന്ത് വേണം? വെറുതെ വന്നതാ, യജമാനൊന്ന് കാണാൻ വന്നതാ, ഇറങ്ങി പോടാ പുറത്ത്. അല്ല, യജമാനന് ഒരു സമ്മാനം കൊണ്ടുവന്നതാ. ഓ, സമ്മാനം കൊണ്ടുവന്നതാണോ? അത് നേരത്തെ പറയണ്ടായോ? പിന്നെ പിടിച്ചു പറിക്കാരനായാലും കൊള്ളക്കാരനായാലും അവന് കസേരയായി, ചായയായി, പലഹാരമായി, ഏമാന് സമ്മാനവുമായി. അങ്ങനെ ഇതാ സ്വന്തം ജ്യേഷ്ഠനെ ഭയന്ന് 570 ആട്ടിൻകൂട്ടങ്ങളെയും കന്നുകാലികളെയും സമ്മാനമായി യാക്കോബ് കൊടുത്തയക്കുകയാണ്. ഞാൻ തന്നയക്കുന്ന ഈ സമ്മാനവുമായി നിങ്ങൾ എൻ്റെ ജ്യേഷ്ഠനായ ഏശാവിനെ കാണുക. യജമാനൻ ഭയപ്പെടേണ്ട,
കാര്യം ഞങ്ങൾ ഏറ്റു. സമ്മാനം സമ്മാനം യേശാവിനു തന്ന സമ്മാനം. സമ്മാനം ഇതു സമ്മാനം യേശാവിനു തന്ന സമ്മാനം. വരുന്നിതാ വരുന്നിതാ യാക്കോബടിയൻ വരുന്നിതാ. വരുന്നിതാ വരുന്നിതാ യാക്കോബടിയൻ വരുന്നിതാ. സമ്മാനം ഇത് സമ്മാനം യേശാവിനു തന്ന സമ്മാനം. സമ്മാനം ഇത് സമ്മാനം യേശാവിനു തന്ന സമ്മാനം. തൻ്റെ ജ്യേഷ്ഠനായ യേശാവിനുള്ള സമ്മാനങ്ങളുമായി ദാസന്മാരിൽ കുറെ പേർ 3 വഴി ദൂരം മുന്നേക്ക് പോവുകയാണ്. 3 വഴി ദിവസം പിന്നാലെ വരികയാണ് യാക്കോബും യാക്കോബിൻ്റെ ഭാര്യമാരും പുത്രന്മാരും പുത്രിയും കുറച്ച് ദാസന്മാരും ആടുമാടുകളും ഒട്ടകങ്ങളും ചേർന്ന് മരുഭൂമി വനാന്തരങ്ങളും ഒക്കെ കടന്ന് യാബോക്ക് കടവിൻ്റെ അരികിലെത്തി. ചലചല ശബ്ദത്തോടൊഴുകുന്ന യാബോക്ക് നദി. ഒഴുകുന്നു ഒഴുകുന്നു കൊലുസിൻ നാദം പോലെ. ഒഴുകുന്നു ഒഴുകുന്നു കൊലുസിൻ നാദം പോലെ. തിരകളില്ലാതെ തീരം തേടി. തിരകളില്ലാതെ തീരം തേടി യാബോക്കടവിലൂടൊഴുകുന്നു. തിരകളില്ലാതെ തീരം തേടി യാബോക്കടവിലൂടൊഴുകുന്നു. ഒഴുകുന്നു ഒഴുകുന്നു കൊലുസിൻ നാദം പോലെ. കടവ് കടന്നു അക്കരയെത്തി. കടവ് കടന്നു അക്കരയെത്തി. സഖിമാരിരുവരും മന്ദം. കടവ് കടന്നു അക്കരയെത്തി. സഖിമാരിരുവരും മന്ദം. താമരമൊട്ടുകൾ വിടർന്ന പോലെ. താമരമൊട്ടുകൾ വിടർന്ന പോലെ. പുത്രന്മാരും പുത്രിയും. താമരമൊട്ടുകൾ വിടർന്ന പോലെ. പുത്രന്മാരും പുത്രിയും. ഒഴുകുന്നു ഒഴുകുന്നു കൊലുസിൻ നാദം പോലെ. തിരകളില്ലാതെ തീരം തേടി. തിരകളില്ലാതെ തീരം തേടി യാബോക്കടവിലൂടൊഴുകുന്നു. 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 യാക്കോബ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഏകപുത്രിയെയും യാബോക്ക് കടവിൽ നിന്നും അക്കരെ കടത്തി. യാക്കോബ് തനിച്ചായി, ഒറ്റയ്ക്കായി. എങ്ങും ഭീതി പടർത്തുന്ന അന്ധകാരം, കുറ്റാക്കൂരിരുട്ട്. ആകാശത്ത് ഒരു കണിക നക്ഷത്രം പോലുമില്ല. യാക്കോബ് ഒന്ന് തിരിഞ്ഞു നോക്കി. ഹായ്! ആകാശത്ത് നിന്നും അപ്പോൾ വീണ ഒരു നക്ഷത്രം പോലെ തേജോമയനായ ഒരു പുരുഷൻ തന്റെ കൺമുന്നിൽ നിൽക്കുന്നു. യാക്കോബ് മറ്റൊന്നും ചിന്തിച്ചില്ല. ആ തേജോമയനായ പുരുഷന്റെ കൈകളിൽ
മുറുകെ പിടിച്ചു. രക്ഷപ്പെടാൻ കിട്ടിയ ഒരു പിടിവള്ളിയാണിത്. മുറുകെ പിടിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, ആ തേജോമയനായ പുരുഷൻ സാക്ഷാൽ ദൈവം തന്നെ. യാക്കോബും സാക്ഷാൽ ദൈവവും തമ്മിൽ മല്ലുപിടുത്തം നടക്കുകയാണ്. ദൈവത്തിന് യാക്കോബിനോട് മല്ലുപിടിക്കുവാൻ കഴിയുമോ? മല്ലുപിടിച്ച് ജയിക്കുവാൻ കഴിയുമോ? കാര്യം എന്താ? യാക്കോബ് അല്പപ്രാണിയായ ഒരു മനുഷ്യൻ. ദൈവം യാക്കോബിന്റെ തുടയുടെ തടത്തിൽ മെല്ലെ വിരലൊന്നു തൊട്ടു. യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. യാക്കോബും ദൈവവും തമ്മിൽ മല്ലുപിടുത്തം നടക്കുകയാണ്. ദൈവം യാക്കോബിനോട് പറഞ്ഞു, വിടുക, ഉഷസ് ഉണർന്നു വരുന്നു. ഉഷസ് ഉണർന്നു വരുന്നു, വിടുക, വേഗം പോകേണം. ഉഷസ് ഉണർന്നു വരുന്നു, വിടുക, വേഗം പോകേണം. വിടുകയില്ല നിശ്ചയമായി, അനുഗ്രഹിക്കുക എന്നെ. വിടുകയില്ല നിശ്ചയമായി, അനുഗ്രഹിക്കുക എന്നെ. ഉഷസ് ഉണർന്നു വരുന്നു, ഉഷസ് ഉണർന്നു വരുന്നു. എന്നെ നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവം യാക്കോബിനോട് ചോദിച്ചു, നിന്റെ പേരെന്ത്? അപ്പനോടായാലും ദൈവത്തോടായാലും മല്ലുപിടിച്ച് പലതും നേടിയെടുക്കുന്ന മക്കളെ നമുക്ക് അന്നും ഇന്നും കാണാൻ കഴിയും. അവരോടെല്ലാം പിതാവായ ദൈവം, യഹോവയായ ദൈവം ചോദിക്കുന്നു, നിന്റെ പേരെന്തെന്ന്. യാക്കോബ് ചോദിച്ചു, എന്തേ എൻ്റെ പേരെന്തിന് ചോദിക്കുന്നു? എൻ്റെ പേരെന്തിന് ചോദിക്കുന്നു? എൻ്റെ പേര് യാക്കോബ്. നീ യാക്കോബല്ല, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലുപിടിച്ച് ജയിച്ചതിനാൽ നീ ഇന്നു മുതൽ ഇസ്രായേൽ. ഇസ്രായേൽ, 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 ഇസ്രായേൽ. യാക്കോബിൻ പുതിയ നാമം ഇസ്രായേൽ. യാക്കോബിൻ പുതിയ നാമം ഇസ്രായേൽ. മല്ലുപിടിച്ചു നേടിയതല്ല ദൈവം നൽകിയ വാഗ്ദാനം. മല്ലുപിടിച്ചു നേടിയതല്ല ദൈവം നൽകിയ വാഗ്ദാനം. ഇസ്രായേൽ, 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 ഇസ്രായേൽ. ഇവിടെ ദൈവം പറഞ്ഞത് കേട്ടില്ലയോ? നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലുപിടിച്ചു ജയിച്ചതിനാൽ നീ ഇനി യാക്കോബല്ല, ഇസ്രായേൽ എന്ന്. ദൈവത്തോട് മല്ലുപിടിച്ചത് നമ്മൾ കണ്ടുവല്ലോ. മനുഷ്യരോട് മല്ലുപിടിച്ചത് നമുക്ക് നോക്കാം. അമ്മയായ റിബേക്കയുടെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് ജ്യേഷ്ഠനായ യേശാവിന്റെ കുതികാലിൽ പിടിച്ചത് ഒന്നാമത്തെ മല്ലുപിടുത്തം. ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തത് രണ്ടാമത്തെ മല്ലുപിടുത്തം. അപ്പനെ കബളിപ്പിച്ചത് മൂന്നാമത്തെ മല്ലുപിടുത്തം. ലാബാന്റെ ആടുമാടുകളെ മറുവും പുള്ളിയുമുള്ളതുമാക്കി മാറ്റിയത് നാലാമത്തെ മല്ലുപിടുത്തം. ചരിത്രം മെനഞ്ഞവൻ ഒരു സാമ്രാജ്യത്തിൽ ചക്രം പണിതവൻ യാക്കോബ്. ചരിത്രം മെനഞ്ഞവൻ ഒരു സാമ്രാജ്യത്തിൽ ചക്രം പണിതവൻ യാക്കോബ്. എത്തി നോക്കി, എത്തി നോക്കി, മുടന്തനായി വരുന്നു യാക്കോബ്. മുടന്തനായി വരുന്നു. എത്തി നോക്കി, എത്തി നോക്കി, മുടന്തനായി വരുന്നു യാക്കോബ്. മുടന്തനായി വരുന്നു. ചരിത്രം മെനഞ്ഞവൻ ഒരു സാമ്രാജ്യത്തിൽ ചക്രം പണിതവൻ യാക്കോബ്. യാക്കോബ് എന്ന ഒരു വ്യക്തി
ഇസ്രായേൽ എന്ന ഒരു സാമ്രാജ്യമായി മാറിയിരിക്കുന്നു. അവനാണ് യാക്കോബ്. ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടും ഭയപ്പെടാതെ സധൈര്യം ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് തന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല എന്ന് പറഞ്ഞ് ഒരു സാമ്രാജ്യമായി തീർന്ന വ്യക്തി യാക്കോബ്. ഒരു സാമ്രാജ്യത്തിൻ്റെ ചരിത്രം മെനഞ്ഞവൻ, ഒരു സാമ്രാജ്യമായി ഇന്നും നയിക്കുന്നവൻ, ഇന്നും ഒരു സാമ്രാജ്യമായി അറിയപ്പെടുന്നവൻ, ദൈവത്തിൻ്റെ പ്രിയപുത്രനായി മാറിയവൻ, അവനാണല്ലോ യാക്കോബ്. ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ച് വിജയഭേരി മുഴക്കിക്കൊണ്ടുവരുന്ന യാക്കോബിൻ്റെ ചരിത്രം അവസാനിക്കുന്നില്ല. എന്നാൽ ഈ ചരിത്രം ഞാനിവിടെ ഇങ്ങനെ പൂർണ്ണമാക്കുന്നു. ഇസ്രായേൽ